തൃശൂരിൽ പൂരാവേശത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. പിന്നാലെ പാറമേക്കാവിലും കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. 8 ഘടകക്ഷേത്രങ്ങളും കൊടിയേറിയതോടെ ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക് കടന്നു. തിങ്കളാഴ്ച രാവിലെ 8:30 ആരംഭിച്ച പഞ്ചാരിമേളം കലാശിച്ചതിന് പിന്നാലെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജിച്ച കൊടിക്കൂറ ദേവസ്വം ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പാരമ്പര്യ അവകാശികൾ തയ്യാറാക്കിയ കൊടിമരം ആഘോഷപൂർവ്വം കൊടിച്ചോട്ടിലെത്തിച്ചു. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടതിനു ശേഷം കൊടിക്കാലിൽ കൊടിക്കൂറ കെട്ടി. കുരവയുടെയും ആർപ്പിന്റെയും അകമ്പടിയോടെ തിരുവമ്പാടിയുടെ കൊടി വാനിലുയർന്നു. പിന്നീട് നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരക്കൊടി ഉയർന്നു. പിന്നാലെ 11:30 പാറമേക്കാവിന്റെ ഊഴം. വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിയ ദേവിയെ സാക്ഷി നിർത്തിയാണ് ദേശക്കാർ കൊടി ഉയർത്തിയത്. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിൽക്കുന്ന പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ പാറമേക്കാവ് ഉയർത്തി. 8 ഘടകക്ഷേത്രത്തിൽ ലാലൂരാണ് ആദ്യം കൊടിയേറ്റിയത്. പിന്നാലെ അയ്യന്തോളും മറ്റു ഘടകക്ഷേത്രങ്ങളും കൊടിയേറ്റി. 24-ന് തൃശൂർ പൂരത്തിന്റെ ചമയ പ്രദർശനം നടക്കും. അന്ന് വൈകിട്ട് 7-നാണ് സാമ്പിൾ വെടിക്കെട്ട്. പൂരവിളംബരം അറിയിച്ച 25-ന് നെയ്തലക്കാവിലമ്മ തെക്കേ നട തുറന്നിറങ്ങും. 26-ന് കാലത്ത് കണിമംഗലം ശാസ്താവിന്റെ വരവോടെ ഘടകപൂരങ്ങളുടെ പുറപ്പാട് ആരംഭിക്കും. പിന്നാലെ മേളാസ്വാദകർക്കായി തിരുവമ്പാടിയുടെ പഞ്ചവാദ്യവും മേളവും. പിന്നാലെ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം. പിന്നെ വിശ്വപ്രസിദ്ധമായ കുടമാറ്റം. 27-ന് പകൽ പൂരത്തോടെ ഉപചാരം ചൊല്ലി പിരിയും.